എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവീകത്തിലേക്ക് സ്വാഗതം. ഒരുപാട് പേരുടെ സമാധാനം കെടുത്തുന്ന, രാത്രികളിലെ ഉറക്കമില്ലാതാക്കുന്ന, ഒരുപക്ഷേ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിപ്പിക്കുന്ന ഒന്നാണ് കടം. ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപയുടെ കടബാധ്യതകൾക്ക് നടുവിൽ പണം തിരികെ ചോദിച്ചു വരുന്നവരുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ നാളത്തെ പകൽ പുലരാതിരുന്നെങ്കിലെന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരുപാട് പേരുണ്ട്. എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും എങ്ങനെയൊക്കെ അധ്വാനിച്ചാലും അതെല്ലാം പലിശ അടയ്ക്കാനും വീട്ടുചിലവുകൾക്കും കടം തീർക്കാനും മാത്രമേ തികയുന്നുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ വരുമാനത്തേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ ചിലവുകളും ബാധ്യതകളും വളരുകയാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾക്കുള്ളതാണ്. ഈ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും നിസ്സഹായതയും പ്രപഞ്ചം കാണുന്നുണ്ട്. നിങ്ങളുടെ ബാധ്യതകൾ എത്ര വലുതുമാകട്ടെ, അത് ബാങ്കിൽ നിന്നുള്ള ലോൺ ആകാം, സുഹൃത്തുക്കളിൽ നിന്നും വാങ്ങിയതാകാം, അല്ലെങ്കിൽ ബിസിനസ് തകർന്നുണ്ടായ വലിയ ബാധ്യതകൾ ആകാം. എന്നാൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഉറപ്പ് നൽകാൻ സാധിക്കും: ശരിയായ ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഈ ലോകത്ത് തീർക്കാൻ കഴിയാത്തതായി യാതൊരു കടവുമില്ല. ഒരു വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്നും അത്ഭുതകരമായി കരകേറി വലിയ സമ്പന്നരായി മാറിയ ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് കഴിഞ്ഞത് തീർച്ചയായും നിങ്ങൾക്കും കഴിയും. അതിനായി നിങ്ങളുടെ ചിന്താഗതിയിലും പ്രവൃത്തിയിലും വരുത്തേണ്ട അതിപ്രധാനമായ ചില മാറ്റങ്ങളെക്കുറിച്ചും ഹൈന്ദവ ശാസ്ത്രത്തിൽ മറിഞ്ഞിരിക്കുന്ന അത്യപൂർവമായ ചില ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതു മുഴുവനായി കേട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ഭയം മാറി വലിയൊരു പ്രത്യാശ നിറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണം എന്നത് കേവലം ഒരു കടലാസല്ല എന്നതാണ്. പണം എന്നത് തികച്ചും ഒരു ഊർജ്ജമാണ്. നിങ്ങൾ പണത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ ഊർജ്ജം നിങ്ങളിലേക്ക് വരികയോ നിങ്ങളിൽ നിന്നും അകന്നു പോവുകയോ ചെയ്യുന്നത്. ഭൂരിഭാഗം ആളുകളും കടക്കെണിയിൽ പെട്ടുപോകുമ്പോൾ ആദ്യം ചെയ്യുന്നത് പണത്തെ വെറുക്കുക എന്നതാണ്. എനിക്ക് പണമില്ല, എനിക്ക് ദാരിദ്ര്യമാണ്, എന്റെ തലവര മോശമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. കടം നൽകിയവർ പണം തിരികെ ചോദിക്കുമ്പോൾ അവരോട് ദേഷ്യപ്പെടുകയും അവരെ ശപിക്കുകയും ചെയ്യും. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയത്ത് നിങ്ങളുടെ ഒരു വലിയ ആവശ്യം നടക്കാൻ വേണ്ടി പണം തന്നു സഹായിച്ചവരാണ് അവർ. അവരുടെ പണം ഉപയോഗിച്ചാണ് നിങ്ങൾ ആ നിമിഷത്തെ പ്രതിസന്ധി തരണം ചെയ്തത്. അതിനാൽ കടം തന്നവരോട് ഒരിക്കലും ദേഷ്യമോ വെറുപ്പോ കാണിക്കരുത്. പകരം അവരോട് നിങ്ങളുടെ ഉള്ളിന്റെയുള്ളിൽ വലിയൊരു നന്ദി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മനസ്സിലെ ഈ കൃതജ്ഞതയാണ് സാമ്പത്തിക ഊർജ്ജത്തെ വീണ്ടും നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന വലിയൊരു കാന്തമായി മാറുന്നത്. കടത്തെക്കുറിച്ചുള്ള അമിതമായ ഭയവും ഉത്കണ്ഠയും നിങ്ങളുടെ ശരീരത്തിൽ വലിയ തോതിൽ നെഗറ്റീവ് ഊർജ്ജം സൃഷ്ടിക്കുന്നു. എപ്പോഴും കടത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സന്ദേശം ദാരിദ്ര്യത്തിന്റേതാണ്. ആകർഷണ നിയമപ്രകാരം നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നുവോ അത് വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ കടങ്ങളെക്കുറിച്ചുള്ള ഭയം പൂർണ്ണമായും ഉപേക്ഷിക്കുക. അതിനു പകരം നിങ്ങളുടെ കൈകളിൽ ആവശ്യത്തിന് പണം വന്നുചേരുന്നതായും നിങ്ങൾ കടങ്ങളെല്ലാം സന്തോഷത്തോടെ തിരികെ നൽകി സ്വതന്ത്രനായതായും മനസ്സിൽ സങ്കൽപ്പിക്കാൻ തുടങ്ങുക. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നാം: വെറുതെ സങ്കൽപ്പിച്ചാൽ കടം തീരുമോ എന്ന്. എന്നാൽ മനുഷ്യന്റെ ഉദ്ബോധമനസ്സിന് പ്രപഞ്ചത്തിലെ ഏതൊരു വലിയ ശക്തിയെയും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള അപാരമായ കഴിവുണ്ട് എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ് ഒരാൾ പെട്ടെന്ന് വലിയ കടക്കെണിയിൽ പെട്ടുപോകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബാഹ്യമായ കാരണങ്ങളോ കുടുംബത്തിലെ അമിതമായ ചിലവുകളോ ഒക്കെ ആകാം. എന്നാൽ ആത്മീയമായി നോക്കുമ്പോൾ ഇതിനു പിന്നിൽ വലിയൊരു കർമ്മബന്ധമുണ്ട്. മുൻജന്മങ്ങളിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെയോ നമ്മൾ മറ്റുള്ളവർക്ക് നൽകാനുള്ള എന്തെങ്കിലും തിരികെ നൽകാതിരുന്നതിന്റെ ഫലമായിട്ടാകാം ഇത്തരത്തിൽ വലിയ സാമ്പത്തിക കുരുക്കുകൾ ഉണ്ടാകുന്നത്. ഇതിനെ കർമ്മദോഷങ്ങൾ എന്ന് വിളിക്കുന്നു. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അർഹതയില്ലാത്ത പണം നമ്മുടെ കൈകളിൽ വന്നുചേർന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ണുനീർ വീണ പണം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഈ പ്രപഞ്ചത്തിന്റെ കണക്കുപുസ്തകത്തിൽ എപ്പോഴും വരവും ചിലവും കൃത്യമായിരിക്കും. നമ്മൾ പ്രകൃതിയിൽ നിന്നും എന്ത് എടുത്താലും അത് ഏതെങ്കിലും രൂപത്തിൽ തിരികെ നൽകിയേ തീരൂ. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ അവസ്ഥയെ ഓർത്ത് സങ്കടപ്പെടില്ല, മറിച്ച് ഇതിൽ നിന്നും എങ്ങനെ പുറത്തുവരാം എന്ന് മാത്രമാകും ചിന്തിക്കുക. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും നിങ്ങളെക്കാൾ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ നൽകാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ കടമുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ തുകയിൽ നിന്നും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഗതിയില്ലാത്ത ഒരാൾക്ക് അത് വാങ്ങി നൽകുമ്പോൾ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ വലിയ തോതിൽ കുറയുകയാണ് ചെയ്യുന്നത്. കൊടുക്കും തോറും ഏറിടും എന്നാണല്ലോ പ്രമാണം. നിങ്ങൾ നിസ്വാർത്ഥമായി മറ്റൊരാളെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ വലിയ ബാധ്യതകൾ തീർക്കാനുള്ള വഴികൾ പ്രപഞ്ചം തന്നെ അപ്രതീക്ഷിതമായ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നുതരും. ഹൈന്ദവ ശാസ്ത്രത്തിലും വേദങ്ങളിലും സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനും വലിയ ഐശ്വര്യം കൊണ്ടുവരാനുമുള്ള അതീവ രഹസ്യവും എന്നാൽ വളരെ ശക്തിയേറിയതുമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൊവ്വാഴ്ചകളുമായി ബന്ധപ്പെട്ട രഹസ്യമാണ്. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളിലെ സേനാധിപനായ കുജൻ അഥവാ ചൊവ്വയാണ് കടങ്ങളുടെയും ബാധ്യതകളുടെയും കാരകൻ. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം മോശമാകുമ്പോഴോ
ചൊവ്വാ ദോഷം നിൽക്കുമ്പോഴോ ആണ് ജീവിതത്തിൽ ഒരിക്കലും തീരാത്ത വലിയ കടക്കെണികൾ ഉണ്ടാകുന്നത്. ഇതിനൊരു അത്യുത്തമമായ പരിഹാരമാണ് നിങ്ങൾ വാങ്ങിയ കടത്തിന്റെ ഒരു ചെറിയ ഭാഗം, അത് എത്ര ചെറിയ തുകയാണെങ്കിലും ശരി, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തിരികെ അടയ്ക്കാൻ ശ്രമിക്കുക എന്നത്. നിങ്ങൾ ബാങ്കിൽ ലോൺ അടയ്ക്കുന്ന ആളാണെങ്കിൽ ആ പണം ചൊവ്വാഴ്ച ദിവസം അടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ചകളിൽ കൊടുക്കുന്ന കടം വളരെ പെട്ടെന്ന് തന്നെ മുഴുവനായും തീർന്നു പോകും എന്നാണ് ആത്മീയ ശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും ഒരു ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ മറ്റൊരാളിൽ നിന്നും പുതിയതായി കടം വാങ്ങാൻ പാടില്ല. ചൊവ്വാഴ്ച വാങ്ങുന്ന കടം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബാധ്യതയായി മാറാനും അത് ഒരിക്കലും തീരാതിരിക്കാനും സാധ്യത കൂടുതലാണ്. കടബാധ്യതകളിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടാനുള്ള മറ്റൊരു വലിയ ഹൈന്ദവ താന്ത്രിക രഹസ്യമാണ് ഋണമോചന മന്ത്രങ്ങളുടെ നിരന്തരമായ ജപം. ഋണം എന്നാൽ കടം എന്നാണ് അർത്ഥം. ഹൈന്ദവ വിശ്വാസപ്രകാരം സാക്ഷാൽ പരമശിവനും അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ ഉഗ്രരൂപമായ നരസിംഹമൂർത്തിയും ഋണമോചനത്തിന് ഏറ്റവും വേഗത്തിൽ ഫലം നൽകുന്ന ദേവതകളാണ്. നിങ്ങളുടെ ബാധ്യതകൾ എത്ര വലുതാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ കുളിച്ചു ശുദ്ധിയായി നിലവിളക്ക് കത്തിച്ചുവച്ച് ഓം ഋണമുക്തേശ്വർ നമോ എന്ന ശിവമന്ത്രം 108 തവണ ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഈ മന്ത്രം ജപിക്കുമ്പോൾ സാക്ഷാൽ മഹാദേവൻ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക തടസ്സങ്ങളെയും ഭസ്മീകരിക്കുന്നതായി മനസ്സിൽ സങ്കൽപ്പിക്കണം. ഈ മന്ത്രം നിങ്ങളുടെ ചുറ്റും ഒരു വലിയ സുരക്ഷാ കവചം തീർക്കുകയും പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ഇതുകൂടാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ആത്മീയ സത്യം പിതൃദോഷവുമായി ബന്ധപ്പെട്ടതാണ്. തലമുറകളായി കൈമാറി വരുന്ന ചില ബാധ്യതകൾ നിങ്ങളുടെ സാമ്പത്തിക പുരോഗതിയെ വലിയ രീതിയിൽ തടയുന്നുണ്ടാകാം. മരിച്ചുപോയ നമ്മുടെ പിതൃക്കൾക്ക് കൃത്യമായി കർമ്മങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴോ അവരെ സ്മരിക്കാതിരിക്കുമ്പോഴോ കുടുംബത്തിൽ പിതൃദോഷം ഉണ്ടാകുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷണം വീട്ടിലെ അകാരണമായ ദാരിദ്ര്യവും കടബാധ്യതകളുമാണ്. എത്ര പണം വന്നാലും അതെല്ലാം അനാവശ്യമായി ചെലവായി പോവുക, ഒരു കാര്യത്തിലും വിജയം ലഭിക്കാതിരിക്കുക, ഇതെല്ലാം പിതൃദോഷത്തിന്റെ ഫലമായി സംഭവിക്കുന്നതാണ്. ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരമായി ഹൈന്ദവധർമ്മം പറയുന്നത് നിത്യേന കാക്കകൾക്ക് അന്നം നൽകുക എന്നതാണ്. രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി അല്പം ചോർ വീടിന്റെ തെക്ക് ഭാഗത്ത് പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് കാക്കകൾക്ക് നൽകുന്നത് നിങ്ങളുടെ വലിയ കർമ്മദോഷങ്ങളെ ഇല്ലാതാക്കും. പിതൃക്കൾ തൃപ്തരാകുമ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ വലിയ തടസ്സങ്ങളെയും മാറ്റിത്തരികയും അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കുക. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളെയും കടങ്ങളെയും കുറിച്ചുള്ള ചിന്തകൾ കുറച്ചുനേരത്തേക്ക് പൂർണ്ണമായും മാറ്റിവെക്കുക. നിങ്ങളുടെ ജീവിതം വലിയൊരു മാറ്റത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. പ്രപഞ്ചത്തിന്റെ അപാരമായ ശക്തി നിങ്ങളെ സഹായിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ശക്തിയെ പൂർണ്ണമായും വിശ്വസിക്കുക എന്നത് മാത്രമാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന വലിയ മാന്ത്രികതയെക്കുറിച്ച് ഓർക്കുക. ഒരിക്കലും എന്റെ ജീവിതം തകർന്നു, എനിക്ക് ഈ കടം തീർക്കാൻ കഴിയില്ല എന്ന് പറയരുത്. പകരം ഉറച്ച ശബ്ദത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ എല്ലാ ദിവസവും ഇങ്ങനെ പറയുക: പ്രപഞ്ചത്തിലെ എല്ലാ ഐശ്വര്യവും സമ്പത്തും എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. എന്റെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും ഞാൻ സന്തോഷത്തോടെ കൊടുത്തു തീർത്തിരിക്കുന്നു. ഞാൻ സാമ്പത്തികമായി പൂർണ്ണ സ്വതന്ത്രനാണ്. എന്റെ കുടുംബം വലിയ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നത്. ഈ വാക്കുകൾ നിങ്ങളുടെ ഉദ്ബോധമനസ്സിൽ പതിയുമ്പോൾ ആ വാക്കുകളെ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ അവസരങ്ങളും സമ്പത്തും പ്രപഞ്ചം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ഈ അദ്ഭുതം നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ എല്ലാ കടങ്ങളും തീർന്ന് നിങ്ങൾ വലിയൊരു സമ്പന്നനായി മാറാൻ പോവുകയാണ്. പ്രപഞ്ചത്തിന്റെ ഐശ്വര്യം ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സമ്പത്ത് എന്ന് കമന്റ് ചെയ്യുക. പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.